ഈ രാത്രിയിൽ വന്നുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും തിരുനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മുടെ ബൈബിൾ ക്ലാസ് വീണ്ടും തുടങ്ങുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ദൈവവചനത്തിൽ ഉള്ള അതീവ പ്രാധാന്യമുള്ളതാകുന്ന ഒരു ഉപദേശ വിഷയമാണ് കഴിഞ്ഞ ആഴ്ച മുതൽ നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് ത്രിയേകൻ എന്നുള്ളതാകുന്ന ആ ഒരു ഉപദേശം, ആ ഒരു കൺസെപ്റ്റ് ദൈവവചനത്തിൽ ആ ദൈവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന നിലയിലാണ്. ഓൾദോ the word Trinity or Triunity is not found in the Bible, the concept of a triune God is there all through the Bible. ദൈവവചനത്തിൽ ഈ ഒരു ഉപദേശം രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റെല്ലാ ഉപദേശങ്ങളെ പോലെ തന്നെയും ക്രമാനുഗതമായിട്ട് പഴയ നിയമത്തിൽ ആരംഭിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പൂർണ്ണമാകുന്ന വെളിപ്പാട് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. വേദപുസ്തകത്തിൽ തന്നെത്താൻ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ളതാകുന്ന നാമങ്ങളിൽ, 3 പേഴ്സൺസിൽ, 3 വ്യക്തികളിൽ, എന്നാൽ അതേസമയം തന്നെ ദൈവവചനം ഏകദൈവ വിശ്വാസത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറയെന്നുള്ളത് തന്നെ ഏകദൈവ വിശ്വാസം എന്നുള്ളതാണ്. അതേസമയം തന്നെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 പേഴ്സൺസിനെ, 3 വ്യക്തികളെ ദൈവവചനം പരിചയപ്പെടുത്തുന്നു. ഈ 3 വ്യക്തികളും they are co-eternal and co-equal. അവർ നിത്യരാണ്. പിതാവ് നിത്യനാണ്, പുത്രൻ നിത്യനാണ്, പരിശുദ്ധാത്മാവും നിത്യനാണ്. പിതാവും സർവശക്തനായ ദൈവമാണ്, പുത്രനും സർവശക്തനായ ദൈവമാണ്, പരിശുദ്ധാത്മാവും സർവശക്തനായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഈ 1 God in 3 persons എന്നുള്ളതാകുന്ന ആ കൺസെപ്റ്റ് ദൈവവചനപ്രകാരം എങ്ങനെ നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയും? അതുപോലെ തന്നെ ദൈവവചനത്തിലെ ഏതെല്ലാം ഉപദേശങ്ങൾ ഈ അടിസ്ഥാന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഇതൊക്കെയാണ് പ്രാരംഭമായിട്ട് നമ്മൾ ചിന്തിച്ചത്. നമ്മൾ മനസ്സിലാക്കി നിത്യതയിൽ യാതൊന്നും സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ദൈവം അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അവിടുന്ന് എന്നേക്കും സമ്പൂർണനായി വിരാജിച്ച് അരുളുന്നു. അവിടുത്തേക്ക് സൃഷ്ടികളുടെ ആവശ്യമില്ല. സൃഷ്ടികളെ ദൈവം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദൈവത്തിന് യാതൊരു സൃഷ്ടിയുടെയും ആവശ്യമില്ലാതെ ദൈവം സമ്പൂർണനായിട്ട് എന്നേക്കും നിലനിൽക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന് ദൂതനെ സൃഷ്ടിക്കേണ്ട കാര്യമില്ല, ഭൂമിയെ സൃഷ്ടിക്കേണ്ട കാര്യമില്ല, മനുഷ്യനെ സൃഷ്ടിക്കേണ്ട കാര്യമില്ല. അതേസമയം തന്നെ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആ സവിശേഷ ഗുണമാകുന്ന സ്നേഹം, ദൈവത്തിൻ്റെ വിവിധ വളരെ യുണീക്കായിട്ടുള്ള ദൈവത്തിൻ്റെ ആ സവിശേഷ ഗുണങ്ങൾ എല്ലാ കാലത്തും ദൈവത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നിത്യതയിൽ മറ്റാരുമില്ലാതിരുന്നപ്പോഴും ദൈവം സ്നേഹമായിരുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ഈ 3 പേഴ്സൺസ്, they existed in all eternity without divisions. One God without divisions, in perfect harmony, in unity. God is a unified being. I know these are technical terms.
it is a bit difficult to understand, but when we come to the passages of the Bible, I think it will be much more, although this doctrine is a complex doctrine to be sure, but this is not a mystery as somebody tells. This is not a mystery. Mystery is something that is still remaining a secret, whereas this is a doctrine that is revealed in the Bible. Although God being who he is, God is infinite. God is infinite. സീമകളില്ലാത്ത, പരിധികളില്ലാത്തവനാകുന്ന ദൈവത്തെ പരിധികളുള്ള മനുഷ്യർക്ക് എത്രത്തോളം ഗ്രഹിക്കാനായിട്ട് കഴിയുമോ അത്രത്തോളം വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ദൈവത്തെ വിശേഷിപ്പിക്കുവാനായിട്ട് മനുഷ്യൻ്റെ there are no perfect illustrations to illustrate the concept of Trinity in the Bible. Every illustration is by definition falls short of the real meaning or the real revelation of the scripture, because that is understandable. God being the creator of everything, no creation is comparable to him. That is understandable. But there are traces of the Trinity, that God is a Trinity, is seen in our human relationships, in creation, in the order of the universe, and everywhere the traces of Trinity is clearly seen. അതായത് ദൈവത്തിൻ്റെ, ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത് പർപ്പസ്ലി ആണ്, ദയവായിട്ട് ക്ഷമിക്കണം, മലയാളത്തിലും നിവൃത്തിയുള്ളിടത്തോളം ഞാൻ പറയാം. പ്രത്യേകിച്ച് ആ ടെക്നിക്കലായിട്ടുള്ള ടേംസൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും പ്രാരംഭമായിട്ട് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞാലും ഞാൻ മെയിൻലി വേദപുസ്തകത്തിലേക്ക് കടന്നു വരുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ തുടരാം. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയെടുത്തു നിന്നാണ് നമ്മളിന്ന് തുടങ്ങുവാനായിട്ട് പോകുന്നത്. നമ്മൾ പറഞ്ഞു വന്ന അതുവരെയുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. ആരും എന്നോട് ഇതുവരെ ചോദിച്ചില്ല. ഈവൻ നൗ ആർക്കെങ്കിലും പ്രത്യേകിച്ചൊരു കാര്യം ഒന്ന് വിശദീകരിക്കണം എന്നുണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതാണ്. കാരണം നമ്മൾ ഇത് വെറുതെ ഒരു ലെക്ചർ ചെയ്ത് പോകാനല്ല ആഗ്രഹിക്കുന്നത്. ഇത് അതീവ പ്രാധാന്യമുള്ള ഉപദേശമായതുകൊണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ ചിന്തിച്ചതിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചതിൽ എന്തെങ്കിലും ഒരു വിശദീകരണം ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കുമെന്ന് ഉണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതാണ്. ആരുമില്ല, ചോദിക്കാൻ പേടിക്കുകയൊന്നും വേണ്ട. കാരണം തെറ്റുമെന്നോ അങ്ങനത്തെ അതിൻ്റെ ഒന്നും ഭയത്തിൻ്റെ ഒന്നും ആവശ്യമല്ല. നമുക്ക് വളരെ എന്താ പറയുന്നത്, റിലാക്സ്ഡ് ആയിട്ടുള്ള നിലയിൽ തന്നെ ആ വിഷയം ചിന്തിക്കാവുന്നതാണ്. ഓക്കെ, ഫർദർ വിശദീകരണം ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് മുൻപോട്ട് ഈ ചിന്ത കൊണ്ടുപോകാം. ട്രൈ യൂണിറ്റി എന്നുള്ളതാകുന്ന കൺസെപ്റ്റിനെ മനസ്സിലാക്കാൻ വേണ്ടി, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള 3 ബേസിക്കായിട്ടുള്ള പ്രൊപ്പോസിഷൻസാണ് നമ്മൾ ആ ഡിസ്പ്ലേയിൽ കാണുന്നത്. ഒന്ന്, മോണോതീയിസം. മോണോതീയിസം എന്ന് പറഞ്ഞാൽ ഏക ദൈവ വിശ്വാസം. ഏക ദൈവ വിശ്വാസം. ദർ ഈസ് ഓൺലി വൺ ഗോഡ്. അതിനെക്കുറിച്ചൊക്കെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ പിന്നീട് കാണുന്നതാണ്. ദർ ഈസ് ഓൺലി വൺ ഗോഡ്. ഫൗണ്ടേഷൻ നമ്പർ 2, there are 3 divine persons. 3 വ്യക്തികൾ, ദിവ്യ സ്വഭാവമുള്ള, അല്ലെങ്കിൽ ദ ഡിവൈൻ നേച്ചർ. ഗോഡ്, ദൈവം ആരാകുന്നോ ആ ദൈവത്തിൻ്റെ
നേച്ചർ ഷെയർ ചെയ്യുന്ന 3 ഡിവൈൻ പേഴ്സൺസ്. അതായിരുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്, the persons are co-equal and co-eternal. ഈ 3 വ്യക്തികളും അവിടുന്ന് സമന്മാരാണ്, അവിടുന്ന് നിത്യരാണ്. 3 കാര്യങ്ങൾ മറക്കരുത്. ഈ ട്രൈ യൂണിറ്റിയുടെ കൺസെപ്റ്റ്, ഇത് കൺസെപ്റ്റാ. ഇങ്ങനെ വാക്യങ്ങളുണ്ടോ വേദപുസ്തകത്തിലെന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ ഈ കൺസെപ്റ്റ് ഒന്ന് ക്രോഡീകരിച്ച്, വേദപുസ്തകത്തിലെ ആശയങ്ങളെ ക്രോഡീകരിച്ച് പറയാൻ വേണ്ടി ദൈവവചനത്തിൽ അതിനെ പഠിക്കുന്നവർ നമുക്കൊന്ന് എളുപ്പമാക്കി തരാൻ, പഠിക്കാൻ, ഓർത്തിരിക്കുവാൻ. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, അത് പിന്നീട് മുൻപോട്ട് പോകുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ വിശദീകരിക്കാം. ഓക്കെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഈ ഒരു ഡയഗ്രം നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ട്രയാങ്കിൾ, ഈ ഉപദേശത്തിൻ്റെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നതാണ് ആ ട്രയാങ്കിൾ. അതിൻ്റെ ബേസ് ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മോണോതീയിസം. ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് മോണോതീയിസം, ദാറ്റ് ഈസ് ദ ബേസിക്, ആ ബേസ് ലൈൻ. 2, ഗോഡ് ഈസ് 3 പേഴ്സൺസ്. അതിൻ്റെ അടുത്ത ഭാഗം. മറ്റേ ഭാഗം ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സമത്വമുണ്ട്, ഒരുപോലെ നിത്യരാണ്, ഒരുപോലെ അല്ലെങ്കിൽ അവിടുന്ന് സമന്മാരാണ്. ആ 3 പേഴ്സൺസ് സമന്മാരാണ്, ഈക്വൽസാണ്. ഓക്കെ, ഇതാണ് ട്രൈ യൂണിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ ഒരിടത്ത് പിഴവ് പറ്റിയാൽ എന്താണ് അത് നിമിത്തം ഉണ്ടാകുന്ന ദുരുപദേശമെന്നുള്ളതാണ് ആരോ പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് വേദപുസ്തകം പഠിപ്പിക്കുന്നു ഏകദൈവ വിശ്വാസം. ഓക്കെ, ഏകദൈവ വിശ്വാസം. നമ്മൾ വാക്യങ്ങൾ പിന്നീട് കാണും. എന്നാൽ ഈ കൺസെപ്റ്റ് നമുക്ക് വേദപുസ്തകത്തിലുണ്ട്. ഏകൻ, ദൈവം ഏകനാണ്, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഓക്കെ, ആ ഏകദൈവം എന്നുള്ള ആ പ്രധാനപ്പെട്ട ഉപദേശത്തെ നമ്മൾ ഡിനൈ ചെയ്താൽ ആരോ പോയിന്റ് ചെയ്തെന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത് ബഹുദൈവ വിശ്വാസമാണ്. അതുകൊണ്ടാണ് മോണോതീയിസത്തിൻ്റെ നേരെ ഞാനിത് ഒന്ന് അക്നോളജ് ചെയ്യട്ടെ. സീരിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടി 1-2 ബുക്കുകൾ ഞാൻ സജസ്റ്റ് ചെയ്യാം. അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള ചില ബുക്കുകൾ ഞാൻ പിന്നീട് സജസ്റ്റ് ചെയ്യാം. ഈ ഡയഗ്രം ഞാൻ എടുത്തത് ഡോക്ടർ ജെയിംസ് ആർ വൈറ്റ് എന്ന കർത്തൃദാസൻ്റെ ഫൊർഗോട്ടൻ ട്രിനിറ്റി എന്നുള്ള ആ ബുക്കിൽ നിന്നാണ് ഈ ഒരു ഡയഗ്രം ഞാൻ എടുത്തത്. അത് അക്നോളജ് ചെയ്യേണ്ടത് ആവശ്യമാണല്ലോ. അപ്പോൾ മോണോതീയിസത്തിൻ്റെ എതിർദിശയിലുള്ളത് പോളിതീയിസം. ഏകദൈവ വിശ്വാസത്തെ നമ്മൾ ഡിനൈ ചെയ്താൽ, അതിനെ നിരാകരിച്ചാൽ ഫലമായിട്ട് കിട്ടുന്നത് ബഹുദൈവ വിശ്വാസം. ഓക്കെ, ഇനിയും വേദപുസ്തകത്തിൽ 3 പേഴ്സൺസിനെ നമ്മൾ കാണുന്നു. ആ 3 പേഴ്സൺസ് എന്നുള്ളത് നമ്മൾ നിരാകരിച്ചാൽ, ഉദാഹരണത്തിന് യേശുനാമക്കാരെന്ന് പറയുന്ന, അതുപോലെ വേറെ ചില കൂട്ടരുമുണ്ട്, ഈ ക്രിസ്റ്റോഡൽഫിയൻസ് എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതുകൂടാതെ യൂണിറ്റേറിയൻ
ഒരു ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു ചർച്ച് ഓഫ് ക്രൈസ്റ്റ് ട്രയൂൺ ഗോഡിൽ വിശ്വസിക്കുന്ന എന്നാൽ വേറൊരു ഗ്രൂപ്പുണ്ട്. അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ നാട്ടിൽ യേശുനാമക്കാരെന്ന് പറയുന്ന യൂണിറ്റേറിയൻ അല്ലെങ്കിൽ വണ്ണസ് പെൻറ്റക്കോസ്റ്റൽസ് എന്നവരെ വിളിക്കും. അവർ ഈ 3 പേഴ്സൺസ് എന്നുള്ളത് അങ്ങനെയല്ല. ദൈവം ഒരു പേഴ്സണാണ്, ഒരു വ്യക്തിയാണ് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യക്തിയാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ ന്യായമായിട്ട് വേദപുസ്തകത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നമ്മൾ വായിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് 3 പേഴ്സൺസ് എന്നുള്ളത് ഇല്ല, ദൈവം ഒരു വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു വ്യക്തി, ഒരു പേഴ്സണാകുന്ന ദൈവത്തിൻ്റെ 3 മോഡ്സ് ഓഫ് എക്സിസ്റ്റൻസ് ആണെന്ന് അവർ പഠിപ്പിക്കുന്നു. മനസ്സിലായോ? 3 മോഡ്സ് ഓഫ് എക്സിസ്റ്റൻസ്. ഉദാഹരണത്തിന് ഈ ഒരു വ്യക്തി തന്നെയാണ് 3 മോഡ്സിൽ അല്ലെങ്കിൽ 3 ഭാവങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്നത് എന്ന് അവർ പറയുന്നു. അതാണ് അവരുടെ ബേസിക്. അതിൻ്റെ കാരണം ദൈവം ഒരു വ്യക്തിയാണ് എന്ന ചിന്തയിൽ നിന്നാണ് ഈ ആശയം വരുന്നത്. അതുകൊണ്ടാണ് പിതാവായിട്ട് പഴയ നിയമത്തിലും പുത്രനായിട്ട് പുതിയ നിയമത്തിലും പുത്രൻ്റെ മരണ പുനരുത്ഥാനങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മാവായിട്ട് ഈ കാലഘട്ടത്തിലും ദൈവം നിലനിൽക്കുന്നു. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ? മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ 3 പേഴ്സൺസ് എന്നുള്ളത് നിരാകരിച്ചാൽ ഫലമായിട്ട് കിട്ടുന്ന ഉപദേശം ഈ മോഡലിസം എന്ന ആ ചിന്താഗതിയാണ്. മോഡലിസം എന്ന് പറഞ്ഞാൽ ഗോഡ് എക്സിസ്റ്റ് ഇൻ 3 മോഡ്സ്. ഇനി നമ്മൾ ട്രൈ യൂണിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അറിയാൻ വയ്യാതെ പല ഉദാഹരണങ്ങളും ഉപയോഗിക്കും. അതിലൊരു ഉദാഹരണമാണ് ഐസ്, ഗ്യാസ് ആൻഡ് ലിക്വിഡ്. H2O അല്ലേ, വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ്, ഒരു കാര്യം 3 കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു? വെളിപ്പെടുന്നു. ഐസ് ആകും, പിന്നെ അത് വേപ്പറാകും, നീരാവിയാകും, പിന്നെന്താ? ലിക്വിഡ്. പക്ഷേ ഈ 3 എന്താ? വെള്ളമാണ്. അപ്പം നോക്കിക്കേ, കണ്ടോ? ഏകദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ മണ്ടത്തരം നിർഭാഗ്യവശാൽ നമ്മുടെ ഒരു സൺഡേ സ്കൂൾ ടെക്സ്റ്റിലുണ്ട്, നിർഭാഗ്യവശാൽ. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഈ പറഞ്ഞ 3 പേഴ്സൺസ് എന്നുള്ള ഉപദേശത്തെ നിരാകരിച്ചാൽ അതിൻ്റെ ഫലമായിട്ട് കിട്ടുന്നത് മോഡലിസം. ഓക്കെ, ഇനിയും ഈക്വാലിറ്റി, അതായത് പിതാവ് സർവശക്തനായ ദൈവം ആകുന്നു, പുത്രൻ സർവശക്തനാകുന്ന ദൈവമാകുന്നു, അല്ലെങ്കിൽ സർവശക്തനും സർവജ്ഞാനിയും എന്ന് വേണ്ട, ദൈവത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. പരിശുദ്ധാത്മാവും അങ്ങനെ തന്നെയാകുന്നു. അതാ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. കാരണം വേദപുസ്തകത്തിൽ എല്ലായിടത്തും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഡിവിനിറ്റി നമ്മൾ കാണുന്നു. അപ്പം നമുക്ക് മനസ്സിൽ ഒരുപാട് സംശയങ്ങളൊക്കെ വരാം. അതൊക്കെ പിന്നീട് നമുക്ക് ദൂരീകരിക്കാം. ഓക്കെ, everywhere in the New Testament, especially where by the coming of our Lord, that is when the Trinity was revealed in its fullest form.
In the Old Testament, it was like a bud of a flower which was slowly, gradually opening up. But when you come to the New Testament, the bud is full blown. ആ ഒരു നിലയിൽ പഴയ നിയമത്തിൽ തുടക്കമായിട്ട് ഒരു പൂ വിരിഞ്ഞു വരുന്നത് പോലെ, കാരണം വേദപുസ്തകത്തിലെ ഉപദേശങ്ങളെല്ലാം ഓൾ അറ്റ് വൺസ് നൽകുകയല്ല ചെയ്തത്, പിന്നെയോ സ്ലോലി ആൻഡ് സ്റ്റഡിലി, വളരെ ക്രമാനുഗതമായിട്ടാണ് ഉപദേശങ്ങൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് എവ്രിവെയർ വി റീഡ് ദീസ് ട്രൂത്ത്സ് ഇൻ ദ ബൈബിൾ, എല്ലായിടത്തും ഈ സത്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആ 3 പേഴ്സൺസിൻ്റെ ഈക്വാലിറ്റിയെ ഡിനൈ ചെയ്താൽ അതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന ഒരു ദുരുപദേശമാണ് സബോർഡിനേഷനിസം. സബോർഡിനേഷനിസം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ത്രിയേക ദൈവത്തിൽ ഈക്വൽ അല്ല, പിന്നെയോ പിതാവിനേക്കാളും താഴെയാണ് പുത്രൻ, അതിനും താഴെയാണ് പരിശുദ്ധാത്മാവ്. ഓഫ് കോഴ്സ് നമുക്ക് ഈക്വൽ ആയിരിക്കുമ്പോൾ തന്നെ ദ ഫാദർ സെൻസ് ഹിസ് സൺ, പിതാവ് പുത്രനെ അയക്കുന്നു. ദ സൺ സേവ്സ് us ത്രൂ ഹിസ് ഡെത്ത് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി. പുത്രൻ അവിടുത്തെ മരണത്താൽ, കാൽവറി ക്രൂശിലെ മരണത്താൽ നമ്മെ രക്ഷിക്കുന്നു. ദ ഹോളി സ്പിരിറ്റ് സാങ്ക്ടിഫൈസ് us. നോക്കണം, ദ ഫാദർ സെൻസ് ദ സൺ, ദ സൺ സേവ്സ് us ആൻഡ് ദ സ്പിരിറ്റ് സാങ്ക്ടിഫൈസ് us. ഇതാണ് നമ്മുടെ റിഡംഷനോടുള്ള ബന്ധത്തിൽ, നമ്മുടെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ ആ 3 പേഴ്സൺസ്, ആ 3 വ്യക്തികൾ, അവിടുത്തെ റോൾസ്, അവിടുന്ന് ചെയ്യുന്ന അവിടുത്തെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, അവിടുന്ന് ആ ഒരു ഡിവിഷൻ ഇല്ലാതെ തന്നെ യൂണിഫൈഡായിട്ട് ഏകത്വത്തിൽ ഒരു പർപ്പസിനു വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു. ഇതെല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, നമ്മളിവിടെ ഒന്നുകൂടെ വ്യക്തമാക്കിയിട്ട് നമ്മൾ ദൈവവചന ഭാഗങ്ങളിലേക്ക് പോകാനായിട്ട് താല്പര്യപ്പെടുക. സോ ബേസിക്കലി വാട്ട് വി ആർ നോട്ട് സേയിങ്, number 1, that the Father is the Son. We are not saying Father is the Son, nor that the Son is the Spirit. നോക്കുക, ആ ഡിസ്റ്റിങ്ഷൻ, വ്യത്യസ്തത, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ആ വ്യത്യസ്തത വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ചില വേദഭാഗങ്ങൾ ഒന്ന് വായിച്ചിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് മുൻപോട്ട് വരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ബിബ്ലിക്കൽ ഫൗണ്ടേഷൻസ്, പ്രധാനമായിട്ട് ഇതെല്ലാം തന്നെ പുതിയ നിയമത്തിലെ വാക്യങ്ങളാണ്. പഴയ നിയമം നമ്മൾ പിന്നീട് ശ്രദ്ധിക്കും. ഒന്നാമതായിട്ട് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ആരെങ്കിലും മലയാളത്തിലൊന്ന് വായിക്കണം, ഇംഗ്ലീഷിൽ ആ വാക്യം ഞാൻ അവിടെ ഓക്കെ ഒന്ന് വായിക്കാം. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി അവൻ തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. നോക്കുക, എന്നിട്ട് അടുത്തത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. നോക്കിയേ, അവിടെ 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 3 പേഴ്സൺസ് ആർ ക്ലിയർലി ആൻഡ് ഡിസ്റ്റിങ്ക്ട്ലി സീൻ.
വ്യക്തമായിട്ടും വ്യതിരക്തമായിട്ടും അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടും 3 പേഴ്സൺസ് വ്യക്തമായിട്ട് അവിടെ കാണാനായിട്ട് നമ്മൾ കഴിയുന്നു. അടുത്തത് എബ്രായ ലേഖനം 9:14. നമ്മൾ വായിച്ചിട്ട് അങ്ങ് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ പല കാര്യങ്ങൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവവചനം വായിച്ച് അങ്ങ് മുൻപോട്ട് പോവുകയാണ്. ഓക്കെ, വായിക്കാം. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ നോക്കുക. അവിടെ വായിക്കുന്ന കാര്യം നിത്യാത്മാവിനാൽ, ഇറ്റേണൽ സ്പിരിറ്റ് and offered himself without blemish to God. ദൈവം, നിത്യാത്മാവ്, എന്നിട്ട് അടുത്തത് എന്താ? ക്രൈസ്റ്റ്, ഇല്ലേ? ക്രൈസ്റ്റ്, അതല്ലേ നമ്മൾ വായിക്കുന്നേ? ക്രിസ്തുവിൻ്റെ രക്തം. അപ്പം ക്രിസ്തു, നിത്യാത്മാവ്, ദൈവം. ഓക്കെ, റോമാലേഖനം 8:11. 8:11. റോമൻസ്. നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. നോക്കിയേ, സ്പിരിറ്റ്, ക്രൈസ്റ്റ് ജീസസ്, ആൻഡ് there is a clear reference to God. വളരെ വ്യക്തമായി ദൈവത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു, പിതാവായ ദൈവത്തെക്കുറിച്ച്. അടുത്ത വാക്യം മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 28 18-19. 28-ാം അധ്യായം 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. യേശു അടുത്ത് ചെന്നു. ശ്രദ്ധിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. ഗ്രാമാറ്റിക്കലി എങ്ങനെ വരണമായിരുന്നു? നാമങ്ങൾ. Did you notice that? Baptizing them in the, it should have been names of the Father and of the Son and of the Holy Spirit. But the word is in the name of singular. So that is again a clear proof of God's oneness and uniqueness. ദൈവത്തിൻ്റെ ഏകത്വവും അവിടുത്തെ നിസ്തുലതയും. എന്താ നിസ്തുലത? ഏകദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 വ്യക്തികളിൽ വെളിപ്പെട്ടിരിക്കുന്നു. അതാ നിസ്തുലത. ഒരു വാക്യം കൂടെ വായിക്കാം. 2 കൊരിന്ത്യർ 13:14. 2 Corinthians 13:14. നമ്മൾ സാധാരണ ആശീർവാദം പറയുന്ന ഒരു യേശുക്രിസ്തുവിൻ്റെ നോക്കുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും. ഓക്കെ, ഇത്രയും വേദഭാഗങ്ങൾ ഒരുപാട് റെഫറൻസുകളുണ്ട്. ഈ 3 പേഴ്സൺസ് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ചില വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചു എന്നേ ഉള്ളൂ. നമ്മൾ ദൈവത്തെ തിരുവഴുത്തിൽ, വിശേഷിച്ച് പഴയ നിയമ തിരുവഴുത്തിൽ, നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന്, നമ്പർ 1 is the oneness of God. എന്താണ് വൺനെസ്? വേദഭാഗങ്ങൾ തന്ന് ഞാൻ വിശദീകരിക്കാം. 2,
there is the uniqueness of the true God. ഏക സത്യദൈവത്തിൻ്റെ നിസ്തുലത അല്ലെങ്കിൽ അതുല്യത. ഏക സത്യദൈവം. അപ്പോൾ ഈ ഏക സത്യദൈവത്തിലുള്ളതാകുന്ന വിശ്വാസം, ഫെയ്ത്ത് ഇൻ വൺ ഗോഡ് ഈസ് സെൻട്രൽ ടു റിഡംഷൻ ഹിസ്റ്ററി. നമ്മെ വീണ്ടെടുക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഈ ഏകദൈവ വിശ്വാസമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, കേന്ദ്രീകൃതമാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു കേന്ദ്രമാണ്, സെൻറ്ററാണ് ഏകദൈവത്തിലുള്ള വിശ്വാസം. നമ്മൾ പഴയ നിയമത്തിൽ ദൈവം, when the Lord brought Israel, ഞാൻ ഈ നോട്ട്സ് ഈ നിലയിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതിൻ്റെ കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും ഉണ്ട്, ചിലപ്പോൾ ഞാൻ മലയാളം ഇംഗ്ലീഷ് ഒന്നിച്ച് പറയാനായിട്ട് വിട്ടുപോകുമ്പോൾ, അതുകൊണ്ടാണ് ഞാനിത് ഈ നിലയിൽ തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ പ്ലീസ് പേ അറ്റൻഷൻ ടു ദാറ്റ്. When the Lord brought Israel out of bondage from an idolatrous and polytheistic nation, He revealed to them that He was not just one deity among many, but the only living God. ദൈവം മിസ്രൈമിൽ നിന്ന്, അല്ലെങ്കിൽ അവിടെ ബഹുദൈവ ആരാധകരുടെ നടുവിൽ നിന്ന് ദൈവം ഇസ്രയേലിനെ വിടുവിച്ച് കൊണ്ടുവന്നപ്പോൾ ദൈവം അവർക്ക് വെളിപ്പെട്ടത്, മിസ്രൈമിൽ ഒരുപാട് ദൈവങ്ങളുണ്ടായിരുന്നു, ഞാൻ അവരെക്കാളും കേമനായ വേറൊരു ദൈവം എന്ന നിലയിലല്ല. ഓക്കെ, സി, അതാണ് ഹി റിവീൽഡ് ടു ദം that he was not just one deity among many. അവർക്ക് ഒരുപാട് ദൈവങ്ങളുണ്ടായിരുന്നു മിസ്രൈമിലെ ബഹുദൈവ ആരാധകരുടെ നടുവിൽ നിന്ന് ദൈവം അവരെ കൊണ്ടുവന്നപ്പോൾ ദൈവം അവർക്ക് വെളിപ്പെടുത്തിയ ഒരു കാര്യം, സി, ഐ ആം ദ ട്രൂ, ദ ഓൺലി ലിവിങ് ഗോഡ്. ഞാൻ മാത്രമാണ് ജീവനുള്ള, യഥാർത്ഥത്തിൽ ദൈവം ആയിരിക്കുന്നത് ഞാനാ. മറ്റേതൊന്നും എന്തല്ല, ദൈവങ്ങളല്ല. ഓക്കെ, ഇതാണ് ഏകദൈവ വിശ്വാസമെന്നുള്ള അടിസ്ഥാന തത്വം. നമുക്കത് വേദപുസ്തകത്തിലേക്കൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഞാനിത് വായിച്ചങ്ങ് മുൻപോട്ട് പോകാം. ത്രൂ ദ പ്ലേഗ്സ്, ഒന്നാമതായിട്ട് അവിടെ ബാധകൾ മിസ്രൈമിൽ ദൈവം അയച്ചു. He demonstrated his absolute mastery over every part of the world. ആ ബാധകളിൽ കൂടെ ദൈവം ഇസ്രായേല്യർക്ക് വെളിപ്പെടുത്തിയൊരു കാര്യമുണ്ട്. കാരണം ആ ബാധകൾ അയച്ചപ്പോൾ ആദ്യമൊക്കെ മന്ത്രവാദികൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ പിന്നീട് അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ആ ബാധകളിൽ കൂടെയെല്ലാം ദൈവം വെളിപ്പെടുത്തിയതാകുന്ന ഒരു കാര്യം, ഗോഡ്സ് ആബ്സല്യൂട്ട് മാസ്റ്ററി ഓവർ എവറി പാർട്ട് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ, അന്നത്തെ കൺസെപ്റ്റ് അനുസരിച്ച് അവരുടെ ദേവീ ദേവതകൾ ഒരു പ്രത്യേക ലോക്കലായിട്ടുള്ള ഡീറ്റീസ് ആയിരുന്നു. ഇസ്രായേലിയർ മിസ്രൈമിലെ ഒരു ഭാഗത്തൊരു ദൈവം, വേറൊരു ഭാഗത്ത് മറ്റൊരു ദൈവം. പിന്നെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാം, അതുപോലെ ലോകത്തെമ്പാടും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓരോ സ്ഥലങ്ങളിൽ വിവിധ നിലകളിലുള്ള ദേവീ ദേവതകൾ. ദൈവം സത്യത്തിൽ ഇവിടെ തന്നെക്കുറിച്ച് അവർക്ക് വെളിപ്പാട് കൊടുത്തപ്പോൾ
ദൈവം തൻ്റെ സമ്പൂർണമാകുന്ന അധികാരം വെളിപ്പെടുത്തുകയും ആ ലോക്കൽ ഡീറ്റീസിനൊന്നും ഈ സത്യമായും ദൈവമായിരിക്കുന്നവൻ്റെ മുൻപാകെ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല. ആ കാര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഹി റിവീൽഡ് ഹിസ് ക്രിയേഷൻ ഓഫ് ദ വേൾഡ് ഔട്ട് ഓഫ് നത്തിങ്, which made it clear that he alone is God and that he made all things. ക്രിയേഷനിൽ, സൃഷ്ടിയിൽ ദൈവം വെളിപ്പെടുത്തുന്നത് ദൈവം ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിച്ചു. മാത്രമല്ല അവിടുന്ന് മാത്രം ദൈവമാകുന്നു, മറ്റൊരുത്തൻ ഇല്ല. യെശയ്യാവ് 45:18 നമ്മളിങ്ങനെ വായിക്കുന്നു. ആകാശത്തെ, കുഞ്ഞുങ്ങളെ നിങ്ങൾ ആ ഇംഗ്ലീഷ് റെഫറൻസ് ശ്രദ്ധിച്ചുകൊള്ളണം, ഞാൻ ആ റെഫറൻസ് എടുക്കുന്നില്ല, മലയാളത്തിൽ ഞാൻ വായിക്കാൻ. ഐസയ്യാ 45:18 ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു, വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനും ഇല്ല. അപ്പോൾ വേറൊരുത്തനുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബാക്കി ഇസ്രായേല്യർക്ക് പരിചയമുണ്ടായിരുന്ന അവർ പിന്നെയും അനേക, അതുകൊണ്ടാണ് ഈ ഒരു ഉള്ളിൽ അവർക്ക് ഈ അവർ കേട്ട് വളർന്ന കാര്യം അങ്ങോട്ട് മാറ്റാൻ വലിയ പാടായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് ആദ്യം മിസ്രൈമിലെ ഒരു ദേവനെ അവർ യാത്രാമധ്യേ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം ഇത് ഉള്ളിൽ കിടക്കുക. പക്ഷേ ദൈവം ടൈം ആൻഡ് ടൈം അഗെയിൻ അവരോട് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഞാൻ തന്നെ യഹോവ, വേറെ ഒരുത്തനുമില്ല. There is no one, I am the Lord and there is none else. ആവർത്തന പുസ്തകത്തിൽ അതിൻ്റെ 4:34-35 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവമായ യഹോവ മിസ്രയീമിൽ വെച്ച് നീ കാൺകെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെയൊക്കെയും പരീക്ഷകൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധം, ബലമുള്ള കൈ, നീട്ടിയ ഭുജം, വലിയ ഭയങ്കര പ്രവർത്തികൾ എന്നിവയാൽ ദൈവം ഒരു ജാതിയെ മറ്റൊരു ജാതിയുടെ നടുവിൽ നിന്ന് തനിക്കായി ചെന്നെടുപ്പാൻ ഉദ്യമിച്ചിട്ടുണ്ടോ? നിനക്കോ ഇത് കാണുവാൻ സംഗതി വന്നു. യഹോവ തന്നെ ദൈവം, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് നീ അറിയേണ്ടതിന് തന്നെ. ഇത് ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി, ബുക്ക് ഓഫ് ഡ്യൂട്രോണമി, ചാപ്റ്റർ 4 വേഴ്സസ് 34 and 35. ഡ്യൂട്രോണമി 4:39 ആകയാൽ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല എന്ന് നീ ഇന്ന് അറിഞ്ഞ് മനസ്സിൽ വെച്ചുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ ഗോഡ്സ് യുണീക്നെസ് മീൻസ് ദാറ്റ് ഹീ ഈസ് ദ സോവറിൻ ലോർഡ് ഓവർ ഓൾ തിങ്സ്. ദൈവത്തിൻ്റെ നിസ്തുല്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം സകലതിന്മേലും, യഹോവയാകുന്ന ദൈവം യാഹ്വേ എന്ന നാമമുള്ള ദൈവം സകലത്തിന്മേലും സർവാധികാരിയായിരിക്കുന്നു. അതുകൊണ്ടാണ് ഡ്യൂട്രോണമി 32 and verse 39, ആവർത്തന പുസ്തകം 32 32-39 ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളുവീൻ. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ഇല്ല. പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗങ്ങളിലെല്ലാം തന്നെ ദൈവം പറയുന്ന
ആ കാര്യം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ദൈവമെന്ന് നാമമുള്ള പേര് വിളിക്കുന്ന ഒത്തിരി ദേവീ ദേവതകൾ അന്നും ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം പറയുക, അവയൊന്നും ദൈവമല്ല. ദൈവമല്ല എന്നുള്ളത് ദൈവം അവിടുത്തെ പ്രവർത്തികളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. കേവലം അവകാശവാദമല്ലായിരുന്നു, ഞാൻ മാത്രമേ ദൈവമായിരിക്കുന്നുള്ളൂ. ഇനിയും അതിൻ്റെ ആവർത്തന പുസ്തകം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ 5:7 ഒന്ന് വായിക്കാമോ? ദൗ ഷാൽ, ഞാനല്ലാതെ എന്ന് പറഞ്ഞാൽ ആ വേദഭാഗം സത്യത്തിൽ it is not just God's jealous wish for exclusive devotion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ വേറെ ദൈവങ്ങളെയും സേവിക്കാതെ എന്നെ മാത്രം സേവിച്ചോണം എന്നല്ല അതിൻ്റെ അർത്ഥം. അതല്ല അതിൻ്റെ അർത്ഥം. പിന്നെന്താ അതിൻ്റെ അർത്ഥം? ബട്ട് ഗോഡ്സ് assertion of a sacred right that is his because he alone is God. എന്ന് പറഞ്ഞാൽ വേറെ ദൈവങ്ങളുണ്ട്, ഞാനും ദൈവമാ, എന്നെ മാത്രം നിങ്ങൾ ആരാധിച്ചോണം, അവരെ ആരാധിക്കല്ല എന്നല്ല ദൈവം പറഞ്ഞത്. പിന്നെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ദൈവമെന്ന നിലയിൽ ഓൺലി യാഹ്വേ ഹാസ് ദ സേക്രഡ് റൈറ്റ് ഓഫ് ബീങ് വർഷിപ്ഡ് ബിക്കോസ് ഹി അലോൺ ഈസ് ഗോഡ്. യാഹ്വേ മാത്രമേ ദൈവമായിട്ടുള്ളൂ, മറ്റൊന്നും ദൈവങ്ങളല്ല. മനസ്സിലാക്കണം. അതാണ് പറഞ്ഞത്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന് വെച്ചാൽ ഐ ഹാവ് absolute right. The biblical assertion that there is one God correlates with the theological truth there is only one divine nature or essence. God's nature distinguishes him from all others. ഈ ഒരു ദൈവവചനത്തിൻ്റെ ഉപദേശം, അതായത് ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നത്, അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതിൻ്റെ അർത്ഥം ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ, അതായത് there is only one divine nature, ഒരു ദിവ്യ സ്വഭാവമുള്ള ബീയിങ് ഒരാളേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ദൈവമേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ. ഞാൻ ഒരു വേദഭാഗം നിങ്ങളുടെ മുൻപേ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക. ഗലാത്യ ലേഖനം 4:8 പോൾ പറയുന്ന ഒരു കാര്യം, in Galatians 4:8, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. So you never knew God. You never knew God. നിങ്ങൾക്ക് ദൈവത്തെ എന്ത് ചെയ്യത്തില്ലായിരുന്നു? അറിയത്തില്ലായിരുന്നു. പക്ഷേ സ്വഭാവത്താൽ ബൈ നേച്ചർ ആർ നോ ഗോഡ്സ്. അപ്പോൾ ബൈ നേച്ചർ ദൈവം എന്ന ആ ഏക ദൈവം, വേറെ ആരുമില്ല. നമ്മളിങ്ങനെ പറയാറുണ്ട്. ഒരിക്കൽ എന്തുവാ നാട്ടിൽ ഒരു ഗ്രൂപ്പ്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഭയങ്കര ഡിസ്കഷൻ നടത്തുക, ഭയങ്കര ഡിസ്കഷൻ, ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പിലാണ്. അപ്പോൾ ഭയങ്കര പൊരിഞ്ഞ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. കാരണം
ഒരു കൂട്ടർ പറയുന്നു കോൺഗ്രസ്സുകാരാ, VD സതീശനൊക്കെയാന്നേ ആൾ കൊള്ളാം, കാരണം അയാൾ ഒരു ദൈവവിശ്വാസിയാണല്ലോ. കാരണം കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദൈവവിശ്വാസികളല്ല. കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ദൈവമുണ്ടല്ലോ. ആരാ പറയുന്നതെന്നറിയാം? പെന്തക്കോസ്തുകാർ. നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ when you knew not God, you did service unto them which by nature are no gods. സ്വഭാവത്താൽ, by nature, there is only one God, and that God is the God of the Bible. അപ്പോൾ ഏകദൈവം എന്നുള്ള ആശയം ഏറെക്കുറെ ഒന്ന് മനസ്സിലായെന്നാണ് എൻ്റെ ചിന്ത. There aren't by nature ദൈവ സ്വഭാവമുള്ള മറ്റാരുമില്ല, ഏകദൈവം മാത്രം. അതുകൊണ്ടാണ് സകല സൃഷ്ടികളിൽ നിന്നും ഈ സൃഷ്ടികർത്താവായ ദൈവം വ്യത്യസ്തനായിരിക്കുന്നു. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 17:29, റോമർ 1:20, ആക്ട്സ് 17:29 ആൻഡ് റോമൻസ് 1:20. നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തി ഉണ്ടാക്കുന്ന. നോക്കുക, അവിടെ പോൾ പറയുന്ന കാര്യം നമുക്കറിയാം, ആ വിഷയം അതൊന്നും ദൈവങ്ങളല്ലെന്നാണ് പോൾ പറയുന്നേ. അവയൊന്നും ദൈവങ്ങളല്ല. പിന്നെ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം എന്തുകൊണ്ട് വ്യത്യസ്തനായിരിക്കുന്നു? അവിടുന്ന് സൃഷ്ടിയല്ല, മനുഷ്യൻ്റെ സങ്കല്പത്തിലുള്ള യാതൊന്നുമല്ല. ദൈവം സൃഷ്ടികർത്താവാണ്. ദൈവം സൃഷ്ടി, ആ കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. എനിവേ, നമുക്ക് മുൻപോട്ട് വരാം. അപ്പോൾ നമ്മൾ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ആവർത്തന പുസ്തകം 6:4 നമ്മൾ വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനപരമാകുന്ന വിഷയമാണ്. ഇതിനെ യഹൂദന്മാർ അതിനെ വിളിക്കുന്നത് ക്ഷമ എന്നാണ്. ക്ഷമ എന്നുള്ളത് അങ്ങനെ പറയാൻ കാരണം, ആ എബ്രായ ബൈബിളിൽ ഈ വാക്യം ആരംഭിക്കുന്നത് ക്ഷമ എന്ന ഹീബ്രു പദം കൊണ്ട്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ഹിയർ, കേൾക്ക, ഇസ്രയേലേ കേൾക്ക എന്ന് പറഞ്ഞാണ് അത്. ഇറ്റ് ഈസ് എ ജൂവിഷ് കൺഫെഷൻ ഓഫ് ഫെയ്ത്ത്. യഹൂദന്മാരുടെ ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്യത്തിൻ്റെ ആദ്യത്തെ പദം അത് എബ്രായ ബൈബിളിൽ ഡ്യൂട്രോണമി 6:4. നിങ്ങൾക്ക് വായിക്കാം അത്. ഹോപ്പ് യു ക്യാൻ റീഡ് 4 and 5. ഓക്കെ, അവിടെ നമ്മൾ വായിക്കുന്നതാകുന്ന ഒരു കാര്യം, ഇസ്രയേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം ഒരു പേഴ്സണാണെന്നല്ല പറയുന്നത്, പിന്നെയോ ഓവർ എഗൻസ്റ്റ് ഓൾ ദ സോ കോൾഡ് gods out there, they are not by nature God, only Yahweh is God. അതതിൻ്റെ അർത്ഥം. ഇസ്രയേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. Hear, O Israel, the Lord our God, the Lord is one, there is no other. You shall, അടുത്തത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ആ ഉപദേശം പറയുമ്പോൾ തന്നെ അവിടെ ആവർത്തന പുസ്തകത്തിൽ അടുത്ത വാക്യത്തിൽ യു ഷാൽ ലവ് ദ ലോർഡ് യുവർ ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, വിത്ത് ഓൾ യുവർ സോൾ ആൻഡ് വിത്ത് ഓൾ യുവർ മൈറ്റ്. ആ ഒരു കാര്യമാണ് അടിസ്ഥാനപരമാകുന്ന ഉപദേശം പറയുമ്പോൾ തന്നെ അവിടെ നൽകിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 15:11 യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യൻ
are. Who is like you, O Lord, among the gods? Small letter gods. Who is like you, majestic in holiness, awesome in glorious deeds, doing wonders. യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യൻ ആർ? The answer obviously is no one. God is unique and there is no one like him, and there can be no one like him. ആ ഒരു അടിസ്ഥാനപരമാകുന്ന കാര്യം ത്രൂ ഔട്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ നമുക്ക് വായിപ്പാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. 1 രാജാക്കന്മാർ 8:60, 1 King 8:60. All the peoples of the earth may know that the Lord is God. Yahweh. Lord എന്നുള്ള ആ ക്യാപിറ്റൽ ലെറ്റർ എബ്രായ ഭാഷയിൽ യാഹ്വേ എന്നുള്ള ദൈവത്തിൻ്റെ ആ പ്രോപ്പർ നെയിം യാഹ്വേ ഈസ് ഗോഡ്. ദർ ഈസ് നോ അതർ. ഈ നമ്മുടെ നാട്ടിൽ ചില മുസ്ലിംസുമായിട്ടൊക്കെ മനസ്സണക്കപ്പെട്ട ഒത്തിരി ചില പെന്തക്കോസ്തുകാർ വരെയുണ്ട്. ഇസ്ലാമുമായിട്ട് മനസ്സണക്ക. അവർ പറയുന്നത് ഈ യാഹ്വേ എന്നുള്ളതാണ് പരിണമിച്ചുണ്ടായതാ അള്ളാഹ് എന്നവർ പറയും. അല്ല, യാഹ്വേ എന്നുള്ളത് ഇറ്റ് ഈസ് ഗോഡ്സ് നെയിം. യാഹ്വേ അതാണ്. all the peoples of the earth may know that Yahweh is God. ആ ലോഡ് എന്നുള്ളത് അത് പ്രോപ്പർലി അത് ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നേക്കുന്നത് നമ്മൾ അതിൻ്റെ അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഇൻ്റർപ്രറ്റേഴ്സ് അതിൻ്റെ ആ പദം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ഫുൾ ക്യാപിറ്റൽസിൽ തന്നേക്കുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ. The Lord is God, there is no other. Only Yahweh is God. അപ്പോൾ യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല എന്ന് ഭൂമിയിലെ സകല ജാതികളും അറിയേണ്ടതിന്. ഈ വാക്യങ്ങളെല്ലാം ഐസയ 45:5-6. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. സൂര്യോദയത്തെങ്കിലും അസ്തമാനത്തെങ്കിലും ഉള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് അറിയേണ്ടതിന് തന്നെ. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. യഹോവയാകുന്ന ദൈവം, ഓൺലി വൺ ഗോഡ്. യെശയ്യാ 45:21-22 വരെയുള്ള വാക്യങ്ങൾ എഗെയിൻ ഞാൻ വായിക്കുന്നില്ല ഈ വേദഭാഗങ്ങളൊക്കെ. യെശയ്യാവ് 44:6-7 വാക്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ്, നമ്മൾ ഈ വേദഭാഗം വായിക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷം 12:32. അതായത് പഴയ നിയമത്തിലെ ആ കാര്യം കർത്താവ് ഇവിടെ അതിനെ കൺഫേം ചെയ്യുക. Christ affirmed that the Jewish people rightly understood the Shema to mean that God is one and there is no other besides him. ശാസ്ത്രി അവനോട്, നന്ന് ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ, ഏകനേ ഉള്ളൂ, അവനല്ലാതെ മറ്റൊരുത്തനും ഇല്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഗലേഷ്യൻസ് 3:20, ദൈവമോ ഒരുത്തൻ മാത്രം. ജെയിംസ് 2:19, യാക്കോബ് 2:19, ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. 1 തിമോത്തിയോസ് 2:5, ദർ ഈസ് വൺ ഗോഡ്, ദൈവം ഒരുവനല്ലോ. റോമർ 3:30, ദൈവം ഏകനല്ലോ. അപ്പോൾ ഈ
യഹൂദന്മാരുടെ ആ വിശ്വാസ പ്രഖ്യാപനം വെളിപ്പെടുത്തുന്നത് ഒന്ന്, ദൈവത്തിൻ്റെ യുണീക്നെസ്, ദൈവത്തിൻ്റെ നിസ്തുലത. അതേസമയം തന്നെ ദൈവത്തിൻ്റെ വൺനെസ്. The Lord is the only true God and He is a fully unified being without inward division. എന്ന് പറഞ്ഞാൽ ഈ യഹൂദൻ്റെ ആ വിശ്വാസ പ്രമാണം വെളിപ്പെടുത്തുന്ന ഒരു കാര്യം, ദൈവം നിസ്തുലനാണ്, ദൈവത്തെ പോലെ ഒരുത്തനില്ല. രണ്ട്, ദൈവം ഏകനാണ്, യാഹ്വേ അല്ലാതെ മറ്റൊരുത്തൻ ഇല്ല. The Lord, Yahweh, is the only true God. യാഹ്വേ ആണ് സത്യദൈവം. And He is a fully unified being. സമ്പൂർണമായും ആന്തരികമാകുന്ന ഡിവിഷൻസ് ഇല്ലാതെ, അല്ലെങ്കിൽ എന്താ പറയുന്നേ, ആന്തരികമായി ഇൻവേർഡ് ഡിവിഷൻ ഇല്ലാതെ ഫുള്ളി യൂണിഫൈഡ് ബീയിങ്. ഈ ബീയിങ് ആൻഡ് പേഴ്സൺ എന്നുള്ള ആ കാര്യം ഞാൻ പിന്നീട് വിശദമാക്കാം. ഈ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് നമ്മുടെ സമയത്തിനുള്ളിൽ ഞാൻ അവസാനിപ്പിക്കാം. അപ്പോസ്തലനാകുന്ന പൗലോസ് ഈ ആവർത്തന പുസ്തകം 6:4 ഉള്ള 3 പദങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ഈ ക്ഷമ, യഹൂദന്മാരുടെ ക്ഷമ, അവരുടെ എന്താ പറയുന്നത്, അവരുടെ കൺഫെഷൻ ഓഫ് ഫെയ്ത്ത്, അവരുടെ വിശ്വാസ പ്രഖ്യാപനം, ആവർത്തനം 6:4 3 പദങ്ങൾ അപ്പോസ്തലനാകുന്ന പൗലോസ് 1 കൊരിന്ത്യർ 8:6 കൊണ്ടുവരുന്നു. ഒന്ന്, ലോർഡ്. ലോർഡ് എന്നുള്ള ആ പദം, അത് പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ ആ ലോർഡ് എന്നുള്ളത് ക്യൂരിയോസ്. ഗോഡ്, തെയോസ്. വൺ, ഹെയ്സ്. Lord, God, one. And Paul said, 1 Corinthians 8:6, but to us there is but one God, Heis Theos, the Father of whom are all things, and we in Him, and one Lord, Jesus Christ, by whom are all things and we by Him. പിതാവായ ഏക ദൈവമേ നമുക്ക് ഉള്ളൂ. പഴയ നിയമത്തിൽ ആ ലോർഡ് എന്ന പദം, യാഹ്വേ എന്ന് പറഞ്ഞിരിക്കുന്ന ആ പദം, ഇവിടെ പോൾ പറയുന്നത് പിതാവായ ഏക ദൈവം, ഒരുവൻ, ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. എന്നിട്ട് ഈ വേദഭാഗത്ത് യേശു കർത്താവിൻ്റെ ആ ഡിവിനിറ്റിയെ, അല്ലെങ്കിൽ അവിടുത്തെ ദിവ്യത്വത്തെ സമ്പൂർണമായിട്ട് ഈ വേദഭാഗത്ത് പൗലോസ് വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. നോക്കണം, ആ പഴയ നിയമത്തിൽ ക്യൂരിയോസ് എന്ന് പറഞ്ഞിരിക്കുന്ന അതേ പദം യേശു കർത്താവിനെ കുറിച്ച്, യഹോവയാകുന്ന ദൈവം എന്ന് പറഞ്ഞിരിക്കുന്ന അതേ പദം ഇവിടെ യേശു കർത്താവിനെ കുറിച്ച് പറയുന്നു. എന്നിട്ട് അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു. പ്രിയപ്പെട്ടവരെ, ഡ്യൂട്രോണമി 6:5, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ദൈവം ഏകനാകുന്നു എന്നതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ പ്രായോഗികമാകുന്ന ആഹ്വാനം എന്താ? 6:5 നമ്മൾ വായിക്കുന്നു, അവിടുന്നല്ലാതെ വേറെ ഒരു ദൈവം ഇല്ല. അതിൻ്റെ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി എന്താ പറയുന്നത്? നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും
പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. വൈ? ബിക്കോസ് ദർ ഈസ് നോ അതർ ഗോഡ്. ദിസ് വൺ ഗോഡ് ഡിമാൻഡ്സ് all of us. There is none. ഏകദൈവം. പ്രിയപ്പെട്ടവരെ, ഇത് സങ്കീർത്തനം 86:11. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ തക്കവണ്ണം. So we must work to reorient every part of our fragmented lives around him and pray, unite my heart to fear thy name. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. സങ്കീർത്തനം 27:4 ഞാൻ ഒരു കാര്യം നിന്നോട് അപേക്ഷിക്കുന്നു. എന്താണ് ആ ഒരു കാര്യം? നിന്റെ 27:4 വായിച്ചു, നമുക്കത് വായിച്ച് യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെ. അപ്പോൾ ഗോഡ് ഈസ് വൺ എന്നുള്ളതിൻ്റെ ആ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ കണ്ടത്. ഒന്ന്, നിന്റെ ദൈവമായ യഹോവ ഏകൻ, അവനല്ലാതെ വേറെ ഒരുവൻ ഇല്ല. അതുകൊണ്ട് ആ ദൈവത്തെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണയാത്മാവോടും വിത്ത് ഓൾ യുവർ ബീയിങ് ലവ് ഹിം. പിന്നെ ഈ ദൈവമല്ലാതെ മറ്റൊരുത്തൻ ഇല്ല. ആ ദൈവത്തെ, അവിടുത്തെ മനോഹരത്വം കാണാനും ഒരു കാര്യം, വൺ തിങ്, ബിക്കോസ് ഗോഡ് ഈസ് വൺ തിങ് ഐ ആസ്ക് ഓഫ് ദ ലോർഡ്, ദാറ്റ് ഐ മേ ഗെയ്സ് upon his beauty all the days of my life. എൻ്റെ ആയുഷ്കാലം ഒക്കെയും ഈ ഏകസത്യ ദൈവത്തിൻ്റെ മനോഹരത്വം എനിക്ക് കാണണം. അതുകൊണ്ട് ദൈവമേ, അവിടുത്തെ നാമത്തെ ഭയപ്പെടുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. ഓക്കെ, ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒരു ബേസിക് ഡെഫിനിഷൻ അതുകൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുക. ഇത് വിശദീകരിക്കുന്നില്ല, ഇത്രയും നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ വെളിച്ചത്തിൽ. ട്രിനിറ്റി, എ ബേസിക് ഡെഫിനിഷൻ. ആ ബേസിക് ഡെഫിനിഷൻ ഇങ്ങനെ നമ്മൾ നേരത്തെ കണ്ട കാര്യം തന്നെ, അത് ഒരു വാചക രൂപേണ പറയുന്നതേ ഉള്ളൂ. വിത്തിൻ ദ വൺ ബീയിങ് ദാറ്റ് ഈസ് ഗോഡ്. ആ വാക്ക് ഇമ്പോർട്ടൻ്റാ. വിത്തിൻ ദ വൺ being that is God, there exists eternally three co-equal and co-eternal persons, namely the Father, the Son and the Holy Spirit. രണ്ട് പദങ്ങൾ നമ്മൾ കണ്ടു, being and persons. അപ്പോൾ God is one in one sense, God is three in another sense. കുഞ്ഞുങ്ങളെ മനസ്സിലായോ? God is one in one sense. When you say God is one, it is in one sense. But when you say God is three persons, God is three persons in another sense. രണ്ടും ഒന്നല്ല. സോ ദർ ഈസ് നോ കോൺട്രഡിക്ഷൻ. അതാണ് നമ്മൾ കണ്ടത്. വിത്തിൻ ദ വൺ ബീയിങ് ദാറ്റ് ഈസ് ഗോഡ്, ദർ എക്സിസ്റ്റ് ഇറ്റേണലി three co-equal and co-eternal persons, namely the Father, the Son and the Holy Spirit. Again, ഡോക്ടർ ജെയിംസ് വൈറ്റിൻ്റെ ഫൊർഗോട്ടൺ ട്രിനിറ്റിയിൽ നിന്നാണ് ഈ ഡെഫിനിഷൻ എടുത്തിട്ടുള്ളത്. ദൈവം എന്ന ഏക സത്തയിൽ, ഓക്കെ, ദാറ്റ് ഈസ് ബീയിങ് ഓഫ് ഗോഡ്. ദൈവം എന്ന ഏക സത്തയിൽ, അല്ലെങ്കിൽ ഏക ബൈ നേച്ചർ ഒരാളേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ ദൈവം. ആ ഏക സത്തയിൽ അല്ലെങ്കിൽ ഉണ്മയിൽ നിലനിൽക്കുന്ന, അപ്പോൾ ദൈവം എന്ന ഏക സത്ത, അതിന് ഇംഗ്ലീഷിൽ സബ്സ്റ്റൻസ് എന്ന് പറയും, നിലനിൽക്കുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ മൂന്ന് വ്യക്തികൾ തുല്യതയുള്ളവരും നിത്യമായവരും ആകുന്നു. നമ്മൾ ആ
ആദ്യം കണ്ട ആ 3 ബേസിക് ഡെഫിനിഷൻ ഓഫ് ട്രിനിറ്റി എന്നുള്ളത് ഒരു വാചകത്തിലാക്കിയെന്നേ ഉള്ളൂ. ഇത് തുടക്കത്തിലും ഒടുക്കത്തിലും ഇത് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ദിസ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ട്രൈയൂണിറ്റി ഓഫ് ഗോഡ്. നമ്മൾ ഇത് ദൈവം അനുവദിച്ചാൽ ഇത് അനേക വിഷയങ്ങൾ വരുന്ന ആഴ്ചകളിൽ നമ്മൾ ചിന്തിക്കും. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് വചനത്തിലായിരിക്കും. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പുറത്തുനിന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞുള്ളൂ. നമ്മൾ മെയിൻലി ദൈവവചനത്തിൽ തുടർന്ന് ഫോക്കസ് ചെയ്ത് ദൈവം അനുവദിച്ചാൽ നമ്മൾ മുൻപോട്ട് പോകും. ഇത്രയും പറഞ്ഞ വിഷയങ്ങളിൽ എനിക്കറിയാം ഒരുപക്ഷെ ഇത് നിങ്ങൾക്കൊരു പുതിയ അനുഭവമാകാം. ഒരു പക്ഷേ ഇതിന് മുൻപ് ചില ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. പക്ഷേ ഐ ഡോണ്ട് അസ്യൂം ഓൺ ദാറ്റ്. ഞാൻ അതിനെ അസ്യൂം ചെയ്തല്ല, ഞാനത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ വിഷയം ദൈവമക്കൾക്ക് വ്യക്തമാക്കി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നു, അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ദൈവം അനുവദിച്ചാൽ നമ്മൾ തുടർന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരെല്ലാവർക്കെങ്കിലും ഒരാൾക്ക് ദയവായിട്ട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നാം അവസാനം ചിന്തിച്ചതുപോലെ കർത്താവിൻ്റെ മനോഹരത്വം കാണാനും ഒരു കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിൻ്റെ നാമത്തെ ഭയപ്പെടാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ ഏകസത്യതയുമായ അങ്ങയെ സേവിപ്പാൻ സ്നേഹിപ്പാൻ എനിക്ക് ശക്തി തരണേ, കൃപ തരണേ. നമുക്കത് ആകട്ടെ നമ്മുടെ പ്രാർത്ഥന. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരിലൊരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.